കെ-സ്മാർട്ട് വഴിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലഞ്ഞ് സാധാരണക്കാർ. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ വിവരാവകാശ അപേക്ഷ സമർപ്പണം കെ-സ്മാർട്ട് വഴിയാക്കിയതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സാധാരണക്കാർ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അറിയാൻ 10 രൂപ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ നേരിട്ട് കൊടുത്താൽ മതി. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അപേക്ഷ ഇപ്പോൾ ഈ രീതിയിൽ സ്വീകരിക്കുന്നില്ല. പ്രവർത്തനം കെ-സ്മാർട്ട് വഴിയായതോടെ അധിക പൈസയും നൽകേണ്ട അവസ്ഥയാണ്. കുടുംബശ്രീയുടെ കൗണ്ടറിലൂടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പലപ്പോഴും വിവരാവകാശത്തിന് നൽകിയ അപേക്ഷകൾ മടങ്ങുന്നതും അപേക്ഷകർ അറിയാത്ത അവസ്ഥയുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കെ-സ്മാർട്ട് എല്ലാവരുടെയും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ആരും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഡേറ്റാസ് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു സംവിധാനത്തിലേക്ക്, ഒന്നെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേന അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ തന്നെ കുടുംബശ്രീ മുഖേനയൊക്കെ ഈ ഡേറ്റകൾ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ കാര്യത്തിൽ നേരിടുന്നുണ്ട്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കെ-സ്മാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിലൂടെ ധൃതിപ്പെട്ട് നമ്മളെല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് മറ്റൊരു തരത്തിലുമുള്ള ഡേറ്റാസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്നുണ്ട്. ഘട്ടം ഘട്ടമായി ഓൺലൈൻ രീതിയിലേക്ക് മാറുന്നതിന് പകരം ഒറ്റയടിക്ക് അപേക്ഷകൾ കെ-സ്മാർട്ട് വഴിയാക്കി മാറ്റിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയതിൽ പ്രതിഷേധം വ്യാപകമാവുന്നുണ്ട്. ജനം, കോഴിക്കോട്.